ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം നടന്നു കയറുന്നത്. ഇനി ഒരു ദിനം മാത്രമേ ഉള്ളൂ. നാളെ വൈകുന്നേരത്തോടെ പരസ്യപ്രചാരണത്തിന് അവസാനമാകും. കൊട്ടിക്കലാശം നാളെയാണ്. ഇതിനിടെ പഴുതടച്ചുള്ള പ്രചാരണത്തിലേക്ക് നീങ്ങിയാണ് മുന്നണികൾ. ഇടതുമുന്നണിയും വലതുമുന്നണിയും കേരളത്തിൽ ഒരുപോലെ പ്രതീക്ഷയിലാണ്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവച്ച് ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോൾ അതിനെ ഏതു വിധേനയും തടയിടുവാനുള്ള തന്ത്രങ്ങളിലാണ് UDF. 2019 19 കടന്ന് 20 ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം 2004 18 സീറ്റ് നേട്ടം കൈവരിക്കണമെന്ന മോഹമാണ് CPM-നുള്ളത്. 10 സീറ്റിൽ വരെ വിജയിക്കാമെന്നാണ് CPM-ൻ്റെ ആത്മവിശ്വാസം. അഭിപ്രായ സർവേകളിൽ വോട്ട് വിഹിതം കൂടുമെന്ന പ്രവചനത്തിലാണ് NDയുടെ പ്രതീക്ഷ. LDF-ൻ്റെ 2004 സ്വപ്നം അസ്ഥാനത്താണെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ആന്റണി സർക്കാരിനെ ബാധിക്കും വിധം വഷളായതിനെതിരെയുള്ള ജനവികാരമാണ് അന്നത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്. ആ വോട്ടെടുപ്പിൽ മാത്രമാണ് ആ ചരിത്രമുണ്ടായത്. അതിന് മുൻപും പിൻപും അങ്ങനെയൊരു ചരിത്രം കേരളത്തിലുണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അതിനെ ബാധിക്കുന്നത് LDF-നെ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചാരണം വരെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ അവസരങ്ങൾ ഉയരാത്ത തെരഞ്ഞെടുപ്പാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അഭിമാനിക്കാം. അങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം. ഇന്ന് നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും. ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളെ വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഘടകകക്ഷികളുടെ 4 സീറ്റും ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് വിശ്വാസം. കോൺഗ്രസ് മത്സരിക്കുന്ന ബാക്കി 16 സീറ്റിൽ വടകര, ആലത്തൂർ, തൃശൂർ, കണ്ണൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ നല്ല മത്സരം കണക്കൂട്ടിയെങ്കിലും അവസാന ഘട്ടത്തിൽ മേൽക്കൈ നേടി. അതേസമയം മുന്നണി സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 5 സീറ്റ് അവർ ഉറപ്പിക്കുന്നു. ആലത്തൂർ, പാലക്കാട്, വടകര, ആറ്റിങ്ങൽ, കോട്ടയം എന്നിവയാണ് ഇടതുമുന്നണി വിജയക്കൊടി പാറിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. കേരളത്തിനൊപ്പം 2ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 88 മണ്ഡലങ്ങളാണ്. കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്.